ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കാം. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ്. കാരണം കുറേയധികം വെജിറ്റബിൾസ് ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെയാണ്. ഇപ്പോൾ ഈ തണുപ്പ് സമയമായതുകൊണ്ട് വെജിറ്റബിൾസൊക്കെ നല്ല ഫ്രഷായിട്ട് കിട്ടും. അതുകൊണ്ട് അങ്ങനെയുള്ള വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വഴുതനങ്ങ, ഗ്രീൻ പീസ്, പൊട്ടറ്റോ, പിന്നെ ടമാറ്റർ, പിന്നെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ 3-4 വെണ്ടയ്ക്ക കൂടെ എടുത്തിട്ടുണ്ട്. അത് ഒഴിവാക്കാം. എനിക്കിഷ്ടമുള്ളത് കൊണ്ട് ഞാനങ്ങ് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം, കഴുകിയെടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇത് ഹിന്ദിക്കാരവർ റൊട്ടിയുടെ കൂടെ കഴിക്കുന്ന ഒരു സബ്ജിയാണ്. അങ്ങനെയാണ് ഞാനിത് തയ്യാറാക്കുന്നത്. റൊട്ടിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ്. അപ്പം ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് പെറുക്കിയെടുക്കാം. ഞാനെല്ലാം ഒന്ന് ഇതുപോലെ നീളത്തിന്, നമ്മൾ അവിയലിന് അരിയുന്നത് പോലെ തന്നെ നീളത്തിനാണ് വഴുതനങ്ങയും അതുപോലെ ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തിട്ടില്ല. വെണ്ടയ്ക്ക ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. എനിക്ക് തോന്നുന്നത് ചീനച്ചട്ടിയിലൊക്കെ കറി വെക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. നോൺ സ്റ്റിക്കിൻ്റെ ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത്രയും വഴന്ന് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനിവിടെ ചീനച്ചട്ടി ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് അതിലേക്ക് സവാള, ഉള്ളി ഇതുപോലെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞ് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് സമയം ചേർത്ത് കൊടുക്കുക. അപ്പം സവാളയും പെട്ടെന്ന് വഴന്ന് കിട്ടും, കറിയുടെ ഉപ്പും ആവും. ഇനി ഇതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇത് തിരുത്താൻ പറ്റും. ഞാനിവിടെ കുറച്ച് 3-4 പച്ചമുളക് കൂടി കീറി ഇട്ടിട്ടുണ്ട്. ഇനി അതുകൂടി ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. വളരെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ അവരത് കഴിക്കും. ഇനി ഞാനിവിടെ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് എൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ അതൊന്ന് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ അലൂമിനിയത്തിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് അടി പിടിക്കാൻ വളരെ സാധ്യതയുണ്ട്. കുഴപ്പമില്ല, നമ്മൾ ഇളക്കിയെടുത്താൽ മതി. ഇപ്പം വെണ്ടയ്ക്ക അരിഞ്ഞ് ഞാൻ മാറ്റി വെച്ചത് ഈ സമയത്ത് ചേർത്ത് കൊടുത്തു. കാരണം ഇത് ഇച്ചിരി വഴുവഴുപ്പുള്ളത് കൊണ്ട് ആദ്യമേ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ കൂടെ ആകുമ്പോൾ കുറേയധികം ഇങ്ങനെ നൂല് പോലെ ആകുമല്ലേ. അതുകൊണ്ട് ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തു. ഇതൊന്ന് വഴന്ന് വരുമ്പം അതിൻ്റെ ആ വഴുവഴുപ്പൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അരിഞ്ഞിരിക്കുന്ന വെജിറ്റബിൾസാണ് നീളത്തിൽ. ഇതിൽ മെയിനായിട്ടുള്ളത് ഈ കോളിഫ്ലവറൊക്കെയാണ്. അതിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ലതാണ്. ചപ്പാത്തി, പിന്നെ ഇവിടുത്തുകാർ സുക്കാർ റൊട്ടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ എണ്ണയില്ലാത്ത റൊട്ടി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. എത്രയും വഴന്ന് കിട്ടാവോ അത്രയും ഇത് നല്ലവണ്ണം ഒന്ന് തുടർച്ചയായി ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ടമാറ്റർ ചേർത്തില്ല, ടമാറ്റർ കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക് എല്ലാം കൂടി ഒന്ന് സോഫ്റ്റായി വരുമ്പം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ നല്ലവണ്ണം ഇതെല്ലാം കൂടി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, കുറച്ച് മാത്രം. പിന്നെ എരിവുള്ള മുളക് പൊടി ചേർത്തു. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ചേർത്തത് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്. അത് എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ചേർത്തു. നിങ്ങൾക്ക് തികച്ചും ഒഴിവാക്കാം. പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി, ഗരം മസാല, പിന്നെ ഞാനപ്പം ചിക്കൻ മസാല കൂടി ചേർത്തിട്ടുണ്ട് ഇവിടെ. ഗരം മസാല കുറച്ചിട്ട് ചിക്കൻ മസാലയാണ് ചേർത്തത്. ഗരം മസാല എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് അതിൻ്റെ കൂടെ ചിക്കൻ മസാല ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഏത് മസാല വേണമെങ്കിലും ചേർക്കാം. നമ്മുടെ മട്ടൺ മസാല ചേർക്കാം, പിന്നെ ചിക്കൻ മസാല ചേർക്കാം, ഗരം മസാല ചേർക്കാം, അങ്ങനെ ഏത് മസാലയും ചേർക്കാം. പിന്നെ വേറെ ഒരു മസാലയുണ്ട് വെജിറ്റബിൾസിൻ്റെ തന്നെയുള്ള,
അതാണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഇതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കാം, അല്ലെങ്കിൽ വഴറ്റിയെടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പൊടികൾ ചേർത്തതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നവരെ ഇതൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒത്തിരി വെള്ളം ചേർക്കല്ലേ, നല്ല ചെറിയൊരു ഗ്രേവി ആയിട്ട് മാത്രം ഇരിക്കാൻ വേണ്ടി, നമുക്ക് റൊട്ടി കഴിക്കാൻ വേണ്ടിയല്ലേ. അപ്പം ഒത്തിരി വെള്ളം ചേർക്കണ്ട, കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഇനിയൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കുക, അപ്പം നിങ്ങൾക്കറിയാം അതിൻ്റെ ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ ക്യാരറ്റ് വേണമെങ്കിൽ ചേർക്കാം, ക്യാരറ്റ് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചെറു തീയിൽ വേവിക്കണം. ഇതൊന്ന് വെന്ത് കിട്ടിയതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് 2-3 ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്, അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, വെജിറ്റബിൾസൊക്കെ നല്ലവണ്ണം വെന്ത് വന്നു ഉണ്ട്. ഇത്രയും ഗ്രേവി മാത്രം മതി, ഒത്തിരി ഗ്രേവി ആവണ്ട. നല്ലവണ്ണം എല്ലാം മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്, പൊടികളൊക്കെ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 സ്പൂൺ മാത്രം. ഇനി ഇതിലേക്ക് നമ്മൾ കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ല എങ്കിൽ ഒഴിവാക്കാം. അതുപോലെ തന്നെ മല്ലിയിലയും, ഇത് രണ്ടും നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അത് ചേർക്കുമ്പം അതിൻ്റെ കൂടി ടേസ്റ്റ് കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കസ്തൂരി മേത്തി എന്ന് പറയുന്ന സാധനം നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് വീട്ടിൽ വാങ്ങിച്ച് വെക്കണം, അത് നല്ലതാണ്, കടകളിലൊക്കെ കിട്ടും. അത് വാങ്ങിച്ച് വെക്കാം. ഇതുപോലെ കറികളൊക്കെ വെക്കുമ്പം നമുക്കതിനകത്ത് ചേർക്കാം, നല്ല ടേസ്റ്റാണ്. പരിപ്പ് കറി വെക്കുമ്പോഴും ഞാൻ ചേർക്കാറുണ്ട് കസ്തൂരി മേത്തി. അപ്പോൾ ഇതുപോലെ നല്ല ഗ്രേവി ആയിട്ട് നമുക്ക് കറി വെച്ച് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലെ ചെറിയ കുക്കിംഗ് വീഡിയോയും ഇവിടുത്തെ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കേ.